നെല്ലിക്കായും കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം. നെല്ലിക്കയൊക്കെ എല്ലാവർക്കും കൂട്ടാൻ വളരെ നല്ലതാണ്. ഏത് അസുഖമുള്ളവർക്കും നെല്ലിക്കയായിട്ട് അച്ചാറൊക്കെ കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാം അയണാണ്. ഞാനൊരു 1/2 കിലോ നെല്ലിക്കയാണ് ഇത് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞ് അല്ലിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. നെല്ലിക്കയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല ചതയാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക നോക്കി എടുക്കണം. അച്ചാറൊക്കെ ഒത്തിരി നാൾ ഇരിക്കാൻ വേണ്ടി നല്ല ഫ്രഷ് നെല്ലിക്ക വേണം. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇത്. നമുക്ക് ഒരു വലിയ സ്പൂണ് മുളക് പൊടി എടുക്കാം. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്നും ഞാൻ ചതച്ചാണ് ഇന്ന് ഇടുന്നത്. നെല്ലിക്കയ്ക്ക് അല്ലിയയിലൊക്കെ ഒന്ന് പറ്റിയിരിക്കാൻ വേണ്ടി 2 വലിയ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചതച്ച് ഞാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ ആപ്പിൾ സിഡർ വിനെഗറാണ് ഒഴിക്കുന്നത്. അതൊരു 1/4 കപ്പ് ചേർക്കാം. കടുക് ഇടാം. ഉലുവ നമുക്ക് പൊടിച്ചിടാം. ഒരു ചെറിയ സ്പൂൺ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പിട്ട് വേവിക്കാം. ആ വെള്ളം നമുക്ക് നെല്ലിക്ക വേവിച്ച വെള്ളം തന്നെ അച്ചാറിന് ഉപയോഗിക്കാം. നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് നെല്ലിക്ക എടുത്ത് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പം തന്നെ നെല്ലിക്ക വെന്ത് പൊട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുപ്പിച്ചിട്ട് അല്ലി തിരിച്ചെടുക്കണം. നെല്ലിക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ അല്ലിയൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങുന്ന ആ കറക്റ്റ് സമയത്ത് നമുക്കിത് ഈ ഗ്യാസ് ഇപ്പോൾ ഓഫാക്കാം. ഇനി നമ്മളിത് ഈ വെള്ളം അരിച്ച് നെല്ലിക്ക ഒന്ന് തണുത്ത് നമ്മൾ അല്ലിയൊക്കെ മാറ്റിയെടുക്കണം. ആ വെള്ളം നമ്മൾ കളയല്ലേ. ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ചേർക്കാം. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം ഊറ്റി. നെല്ലിക്ക നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ അല്ലി തിരിച്ച് നമുക്കിങ്ങനെ ഓരോരോ അല്ലി ഇങ്ങനെ വിട്ട് കിട്ടും. നമ്മുടെ ഈ നെല്ലിക്ക വെന്തിരിക്കുമല്ലേ. ഇതിങ്ങനെ എടുത്തിട്ട് ഈ കുരുവെല്ലാം മാറ്റി ബാക്കി മുഴുവനും നെല്ലിക്ക നമുക്ക് കുരു കളഞ്ഞെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് നല്ല 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അച്ചാറിനൊക്കെ ആകുമ്പോൾ ഇച്ചിരി എണ്ണ നല്ലതാണ്. ഞാൻ അതിനകത്ത് ചെറിയ സ്പൂണ് കടുകിടാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഇടാം. അത് നല്ലപോലെ ഒന്ന് മൂത്ത് പച്ചമണം മാറുന്നവരെ നമ്മൾ ഇളക്കണം. ഇനി നെല്ലിക്കായ്ക്ക് ആയിക്കൊണ്ടാണ് ഇതൊന്ന് ചതച്ചെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഒന്ന് ചതച്ചിടുവാണെങ്കിൽ നെല്ലിക്കായിലൊക്കെ നല്ലപോലെ ഒന്ന് മസാല പിടിച്ചിരിക്കും. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ആ കരിയാപ്പില ചേർക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറും. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. ഗ്യാസൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് വേണം നമ്മൾ എല്ലാ പൊടികളും ചേർക്കാൻ. ചെറിയ സ്പൂണും മഞ്ഞളുണ്ട്, അതും കൂടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പൊടിയും കൂടിയും ചേർക്കാം. നമുക്കിപ്പോൾ ഈ നെല്ലിക്ക അടത്തി വെച്ചിരിക്കുന്നത് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നെല്ലിക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വിനാഗിരി ചേർക്കാം. വിനാഗിരിയൊക്കെ അവനവൻ്റെ ആവശ്യം അനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. നല്ലപോലെ പുളി വേണ്ടിയൊരു ഇച്ചിരി കൂടെ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ഈ നെല്ലിക്ക വേവിച്ച വെള്ളമാണ്, അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് ഉപ്പിട്ട് വേവിച്ചാൽ നമുക്കതൊരു കുറച്ച് ചേർക്കാം. നമുക്ക് നെല്ലിക്കയൊക്കെ വെച്ചിട്ട് ഒരു ഗ്രേവിയൊക്കെ അച്ചാറിന് കിട്ടും. കുറച്ച് വെള്ളമൊന്നും നമ്മളിത് നെല്ലിക്ക ഇരിക്കുമ്പോഴത്തേനും പറ്റിപ്പോവും. ഈ സമയത്ത് ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് നോക്കണം. നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, എങ്കിലും മസാലയ്ക്ക് വേണ്ടി ഇച്ചിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക അച്ചാർ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമ്മൾ ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാളത്തേനും ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നല്ല നെല്ലിക്ക കിട്ടുന്ന സീസണാണ്. നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.